കഴിഞ്ഞ ദിവസം ജോർദാനിലെ അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. കൂടാതെ 48ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇറാന്റെ പിന്തുണയോടെ ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക പറയുന്നു. ഇതിനെ തുടർന്ന് ഇറാനെതിരെയും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾക്കെതിരെയും കടുത്ത നടപടികൾ എടുക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. എന്നാൽ ഇറാൻ ഈ വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുകാരല്ലെന്നും തങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നും അറിയിച്ചു. തങ്ങളുടെ രാഷ്ട്രത്തിനോ സ്വത്തുക്കൾക്കോ നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അത് മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ സൂചിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഇറാഖി ഗവൺമെൻറ്റുമായി സഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇറാഖി ഇസ്ലാമിക് റെസിസ്റ്റൻസ് മിലിറ്ററി ഗ്രൂപ്പും കാത്തിബ് ഹെസ്ബുള്ള റെസിസ്റ്റൻസ് മിലിറ്ററി ഗ്രൂപ്പും അമേരിക്കക്കെതിരായുള്ള അവരുടെ ഓപ്പറേഷൻസ് താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചു. ചൈന തായ്വാൻ സംഘർഷം വളരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കനത്ത രീതിയിലുള്ള സൈനിക വിന്യാസവും ആയുധ പരിശീലനങ്ങളും നടക്കുകയാണ്. തായ്വാനിലെ പുതിയ ഗവൺമെൻറ് സ്ഥാനമെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഒരാഴ്ച മുമ്പ് ബാങ്കോക്കിൽ വെച്ച് ചൈനയുടെ ഉയർന്ന ഡിപ്ലോമാറ്റായ വാങ് യിയും അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജെയ്ക് സുവിലിയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. 12 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ്, കൊറിയൻ പെനിൻസുല ടെൻഷൻസ്, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ചൈന സീ ആക്ടിവിറ്റീസ് പോലുള്ള വിഷയങ്ങളുടെ ചർച്ചയ്ക്കിടയിൽ തായ്വാനുമായി ബന്ധമുള്ള വിഷയങ്ങൾ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഇന്റേണൽ പ്രശ്നമാണെന്നും അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും എന്തൊക്കെ മാറ്റങ്ങൾ തായ്വാനിൽ സംഭവിച്ചാലും ചൈനീസ് മെയിൻലാൻഡിൻ്റെ ഭാഗമാണ് തായ്വാൻ എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കൂടാതെ ചൈനയുടെ യുദ്ധവിമാനങ്ങളും കപ്പലുകളും ചാര ഡ്രോണുകളും ഉൾപ്പെടെ തായ്വാന്റെ അതിർത്തി സ്ഥിരമായി ലംഘിച്ച് ആ പ്രദേശത്ത് മേധാവിത്വം ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൗത്ത് ചൈന സീയിൽ പൊതുവെ കണ്ടുവരുന്നത്. അമേരിക്കയിലെ ടെക്സാസ് ഗവൺമെൻറ്റും അമേരിക്കയുടെ നാഷണൽ ഗവൺമെൻറ്റായ ബൈഡൻ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ വലിയ സംഘർഷം. മെക്സിക്കോയുമായി പങ്കിടുന്ന ബോർഡർ അതിർത്തിയിൽ നിന്ന് ടെക്സാസിലേക്ക് കടന്നുവരുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷനെ തുടർന്നാണ് പ്രശ്നങ്ങൾ. മെക്സിക്കോയിൽ നിന്ന് ടെക്സാസിലേക്ക് നിയമപരമായും അനധികൃതമായും കുടിയേറി വരുന്ന ആളുകളുമായി അമേരിക്കൻ പൗരന്മാർ സ്ഥിരം സംഘർഷത്തിലാണ്. തങ്ങളുടെ നാടിൻ്റെ പരമാധികാരം മെക്സിക്കൻ പൗരന്മാരുടെ കയ്യിലേക്ക് പോകുന്നതിനെ എതിർക്കുന്ന അമേരിക്കൻ ടെക്സാസ് നിവാസികൾ അവരുടെ സ്വന്തം ഗവർണറുടെ നേതൃത്വത്തിൽ ഫെഡറൽ ഗവൺമെൻറ്റിനെ മറികടന്നുകൊണ്ട് നാഷണൽ ഗാർഡിൻ്റെ സഹായത്തോടെ മെക്സിക്കോയുമായുള്ള ബോർഡറുകളും ടെക്സാസിൻ്റെ മറ്റ് അതിർത്തികളും വേലികെട്ടി സ്വന്തം നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് വൻതോതിലുള്ള മെക്സിക്കൻ ഇല്ലീഗൽ ഇമിഗ്രേഷന് ഒത്താശ ചെയ്യുന്നു എന്നാണ് ടെക്സാസ് നിവാസികൾ പറയുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ ടെക്സാസ് ബോർഡറിൽ നിന്ന് നാഷണൽ ഗാർഡിനെ പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ 24 മണിക്കൂർ സമയം കൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കാൻ സ്വന്തമായി റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് പോലും ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പരിധി വിട്ട് സംഘർഷം മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അമേരിക്കക്കുള്ളിൽ തന്നെ ടെക്സാസ് സ്റ്റേറ്റിൽ ഒരു വിഘടനവാദ പ്രസ്ഥാനം ഉയർന്നു വരുന്നത് കാണേണ്ടി വരും. നിലവിൽ അമേരിക്കയുടെ വരുമാനത്തിൻ്റെ 9% ഷെയറുകളും ലഭിക്കുന്നത് ടെക്സാസിൽ നിന്നുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് എൻറിച്ച്മെൻറ്റിലൂടെയാണ്. അമേരിക്കയിലെ വലിയ സാമ്പത്തിക ശേഷിയുള്ള സ്റ്റേറ്റുകളിലൊന്നാണ് ടെക്സാസ്. അമേരിക്കയിൽ ഭൂരിപക്ഷം വരുന്ന ഗവർണർമാരുടെ പിന്തുണ ടെക്സാസ് ജനങ്ങൾക്കും ഭരണകൂടത്തിനുമുണ്ട്.